എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. നോമ്പിൻ്റെ ക്ഷീണവും ചൂടിൻ്റെ ദാഹവും മാറാൻ ഈ ഒരൊറ്റ ജ്യൂസ് കുടിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ലൊരു ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൈനാപ്പിളും പിന്നെ ഓറഞ്ചുമാണ് എടുത്തിന്. പൈനാപ്പിൾ ഇത് മുഴുവനൊന്നും വേണ്ട, നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതാ ഇതുപോലത്തെ 2 ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഓറഞ്ചും പൈനാപ്പിളും തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ആദ്യം പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക, പിന്നെ ഓറഞ്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ജ്യൂസെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 2 വലിയ ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് ഉള്ളത്. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വാനില ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്കും പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഐസ്ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഐസ് ക്യൂബും അതുപോലെ തന്നെ ഐസ്ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുതിന ഇല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. നോമ്പിൻ്റെ ആ ഒരു ക്ഷീണവും ചൂടിൻ്റെ ദാഹമൊക്കെ മാറാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.